ഫസ്റ്റ് ന്യൂസ് വെക്കുന്ന സാധനം എന്റെ മമ്മി പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞു. മമ്മിയുടെ അന്വേഷണം പറയണം. ഞങ്ങള് പഴയ ലോഹിക്കാരാ. മമ്മി പറയും 24 വെക്കി ന്യൂസ് എന്ന് പറഞ്ഞു. ശ്രീകണ്ഠൻ സാറിന് എന്ത് പേരാ വിളിക്കണേ? മണികണ്ഠൻ സാർ. മണികണ്ഠൻ സാർ നന്നായിരിക്കട്ടെ. അവള് പറഞ്ഞു കേട്ടോ, മമ്മി പറയാറുണ്ട് 25 വെക്കടീന്ന്. മണി പോലെ കണ്ടമുള്ള ആൾ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങോട്ട് എന്നെയാണ് കൂടുതൽ മമ്മി ഇങ്ങോട്ട് കൊണ്ടുവരാൻ? ആരോഗ്യ പ്രശ്നം കൊണ്ടാണ്, വേറെ ഒന്നും. ഇത്രയും മകൾക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഉണ്ട്, തുടങ്ങിയിട്ടുണ്ട്. നന്നായി. ഇവള് വൈകുന്നേരം ആ ഒരു വീട്ടില് ഒരു 6 മണി 7 മണിക്ക് 8 മണിക്ക് ചെന്ന് ഓർത്തോ. പിന്നെ തെസ്നിക്ക് അല്ല രാവിലെ എഴുന്നേൽക്കുമ്പോഴും കുഴമ്പ് മമ്മി, വയ്യ മമ്മി, ചൂടുള്ള മമ്മി, തല തിരുമ്മിത്താതെ. പക്ഷെ നമ്മള് ഒന്ന് മേക്കപ്പ് ഇട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയ കുഴമ്പിന്റെ അംശമുണ്ട്. അതുകൊണ്ട് അടിപൊളിയായിട്ട് പോണു സാറേ. കെട്ടിയും കൂടെ തന്നെ ഉണ്ടല്ലോ? പാടാൻ കൂടെ ഉണ്ടല്ലോ? തീർച്ചയായും. കഴിഞ്ഞ 1 വർഷം പുള്ളിയുടെ ആക്രമണം ഒന്ന് വിലയിരുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ബാലൻസ് ഷീറ്റ് കുഴപ്പമാണോ? അയ്യോ, മനോഹരനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ ഒരു ഉദാഹരണം കേൾക്കാം. ഉദാഹരണം ഇപ്പൊ കേൾക്കും പറയും. ഈ പുള്ളിക്കാരി വന്നപ്പോ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല. ഇല്ല, ഈ പ്രോഗ്രാമിന് വരാൻ ബാഗ് മാറിപ്പോയി. വരുന്നപ്പോ ഹസ്ബൻഡിന് ബാഗ് മാറിപ്പോയി. വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് ഇത്രയും സെറ്റപ്പ് ചെയ്ത് കൊടുത്തത് ഹസ്ബൻഡ്. അതൊരു ഒന്നൊന്നര ഭർത്താവാകട്ടോ. ഒന്ന് കൈത്തറിയിലാണ് ജോലി. കൈത്തറിയല്ല, കടയില്. ഞാനും ചേച്ചിയാണ് ഒരു റൂമിൽ റെഡി ആയി കൊണ്ടുവന്നത്. ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു സാരി മറന്നുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പോയിണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ 2 എണ്ണം വാങ്ങിക്കൊണ്ടുവന്നു. ഒരു സെറ്റ് മുണ്ട്, ഒരു സാരി വാങ്ങിക്കൊണ്ടുവന്നു. ഇത് മൂപ്പത്തിക്ക് ഇഷ്ടായില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ കയ്യിലുള്ള കമ്മലൊക്കെ എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഇത് ഇടാൻ, എനിക്ക് കമ്മലൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ചേട്ടനെ വീണ്ടും വിട്ടിട്ട് വീണ്ടും 2 സാരി. മൊത്തം ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി 4 സാരിയാണ് ആ അല്ലല്ല. ഞാൻ കണ്ടു നിൽക്കണോണ്ടാ പറയുന്നത്. 4 എണ്ണം വാങ്ങിക്കൊണ്ടുവന്നു. അതിലൊന്ന് ചേച്ചി സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ നോക്കുമ്പോ ഒരു കവറിൽ ഇതാ കമ്മല് മാലൊക്കെ ചേട്ടൻ ഇപ്പൊ സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടുവന്നാണ്. സത്യം ഞാൻ മനോജ് ചേട്ടൻ ദീർഘായുസായിരിക്കട്ടെ. കാര്യം വരും തലമുറയ്ക്ക് ഉത്തരവാദപ്പെട്ട ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം കാണിച്ചു കൊടുക്കാൻ രൂപ കൂടുകയാണല്ലോ. വേറൊരു കമന്റിന്റെ ഇടയിൽ വരും, അവൾക്ക് പോണ പരിപാടിക്ക് അവളുടെ സാരി കൊണ്ടുപോകൂടെ എന്ന്. സാറേ, ഞാൻ തിരുവനന്തപുരത്ത് വരണേ. ഇന്നലെ ഫോക്ലോർ അക്കാഡമിയുടെ മീറ്റിംഗ്, എക്സിക്യൂട്ടീവ് മീറ്റിംഗ് അവിടെ ആയിരുന്നു. അറിയാലോ? അതെ. അപ്പൊ സാറിന് അറിയാലോ, സാറാണല്ലോ അത് മേടിച്ചത്. അപ്പൊ ആ കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാൻ വരും. അപ്പൊ മനോട്ടൻ വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ കവറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. ചേട്ടൻ അത് എടുത്തപ്പോ വേറൊരു കവറായി പോയി. അതാണ് ഉണ്ടായി പോയത്. നല്ല സമയമല്ലേ പ്രസിദ്ധിക്ക്? തീർച്ചയായും സാർ. ഒരു കാരണവശാലും ഹരി പത്തനാപുരത്തെ കാണരുത്. കണ്ടാലും കുഴപ്പമില്ല. ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ മിക്കവാറും എല്ലാവരും പരുവത്തിലാക്കും. കാര്യം അറിയോ, ഇപ്പൊ കുറച്ച് അത്യാവശ്യം ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ഒന്നാന്തരം ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. പ്രസീത കൃത്യമായിട്ട് കാശ് ചോദിച്ചു വാങ്ങിക്കാനും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇടങ്കൂലിട്ട് പ്രശ്നം കാശ് അധികം മേടിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ? വേറെ കാര്യം കേട്ടോ സാർ. സാർ ഞാനിവിടെ വന്നിരിക്കുമ്പോ തെസ്റ്റിനോട് ഇരിക്കണേ, എടി ആയിരിക്കണ ഷർട്ട് ഇട്ട് ആരാ? ഞാൻ പറഞ്ഞു ഏത് ആയിരിക്കണ സീരിയലിൽ നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ആരെങ്കിലും ആണോ എന്ന്. എന്റെ നമ്മളേതും അറിയത്തില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.